നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ വീട്ടിൽ എല്ലാവരോടും ഒരുപാട് ദ്രോഹങ്ങൾ കാണിച്ചു ഇല്ലേ? അമ്മേ, എന്നെ കൊല്ലല്ലേ അമ്മേ. ഇനി ഇതൊന്നും പറ്റില്ല. നീ എന്ന ദ്രോഹം അവസാനിക്കണം. അമ്മേ, എന്റെ മക്കൾ, എന്റെ ശ്രീകുട്ടി രക്ഷപ്പെടണം. അമ്മ വേണ്ടമ്മേ, അമ്മ വേണ്ട. അതിന് തീരേണ്ടത് നീയാ. ഈ വീട്ടിലെ തീരാ ശാപമാ നീ. ഈ നിമിഷം നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോകും. നിനക്ക് എതിർപ്പുണ്ടോ? അമ്മേ, അത് എതിർപ്പുണ്ടോന്ന്? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ഉണ്ടോ? ഇല്ല, എതിർപ്പില്ല. ഇത് നിന്റെ കുടുംബസ്വത്ത് വീതം വെക്കുന്ന എഗ്രിമെന്റ് അല്ല. സർ, പ്ലീസ്. ഇത് ആനന്ദേട്ടനും ഞാനും പിന്നെ പ്രധാനമായും അഖി ശ്യാമയും അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് വീതം വെക്കില്ല. പിന്നെ എന്റെ മക്കൾക്ക് മാത്രമല്ല, അക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിനക്കും ഞാൻ സ്വാതന്ത്ര്യം തരുമായിരുന്നു. അത് മുമ്പ്, കുറച്ചു മുമ്പ് വരെ. മനസ്സിലായോ? അന്ന് നീ എന്റെ മരുമകളായിരുന്നില്ല, സ്വന്തം മകളായിരുന്നു. ഇപ്പൊ നീ ഈ വീട്ടിൽ ആരുമല്ല. എല്ലാവരാലും വെറുക്കപ്പെട്ടവളാ. വെറും അധികപ്പറ്റ്. ശ്യാമയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ എന്ത് കാര്യത്തിനാ സ്വത്തെഴുതി വെക്കുന്നതെന്ന് മുമ്പേ ഞങ്ങൾ കുടുംബക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീകുട്ടിയുടെ കാര്യം ശരിയാ. എന്റെ കുഞ്ഞിന്റെ പേരിൽ 5 കോടി രൂപയുടെ സ്വത്തെഴുതി വെക്കുന്നുണ്ട്. അത് വെറുതെയല്ല, അവള് ഞങ്ങളുടെ കൊച്ചുമകളായതുകൊണ്ടാ. ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും എന്റെ ശ്രീകുട്ടി മോൾക്കും ആദിയുടെ മക്കൾക്കും അങ്ങനെ എന്റെ ആനന്ദേട്ടന്റെ കൊച്ചുമക്കൾക്കെല്ലാം സ്വത്ത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇഷ്ടം. എതിർക്കാൻ ആരാ ഉള്ളത്? പറയേ. നീ വാ, അവകാശം പറഞ്ഞു വാ. അരുണിൽ നിനക്ക് ജനിച്ച കുഞ്ഞുമായി അവകാശം പറയാൻ വാ. എന്നാ ആ കുഞ്ഞിന് ഞങ്ങൾ പ്രത്യേക പരിഗണന കൊടുക്കും. അതെങ്ങനെയാ? ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഗർഭപാത്രമെങ്കിലും ഒരു അമ്മയ്ക്ക് വേണ്ടേ, അല്ലേ? സംഗതി സക്സസ്. ബ്രേക്ക് ഇല്ലാത്ത കാറില് മുത്തശ്ശിയും മോളും. വസുന്ധരാമ ശ്യാമയുടെ കുഞ്ഞിന് സ്വത്തെഴുതി കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം. എല്ലാം ഇന്ന് റോഡിൽ അവസാനിക്കും.
ഓക്കെ അല്ലേ? കുഴപ്പമില്ല. എന്താ? ഇതെന്താ സർ? നോക്കട്ടെ. വണ്ടിയുടെ എന്താ ബോൾട്ടാണത്? പോയി ചോദിക്കാം, വാ. എടാ, നിങ്ങൾ വന്നോ? അമ്മയും ശ്രീക്കുട്ടി പോയോ? ഏട്ടാ ഏട്ടാ നോക്കിയേ. ഇവിടെ ഏത് കാറാ കിടന്നേ? അത് അമ്മയും ശ്രീകുട്ടി കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോയ കാറാ. ആ കാറിന്റെ ബ്രേക്ക് ആരും അഴിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ബ്രേക്കോ? ശ്യാമ, വേഗം നമ്മെ വിളിക്കേ. ശ്യാമ, നിങ്ങൾ എത്തിയോ? ഞാൻ ശ്രീകുട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക്. ആനന്ദേട്ടൻ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ, കാറിന്റെ ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അമ്മ ഒന്ന് ഡ്രൈവറോട് ചോദിക്കോ? എന്താ കാര്യം? എന്താ അമ്മ ഒന്ന് ചോദിച്ചേ പറയാം. എന്നോട് ചോദിക്കാൻ പറ. ശിവ, ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്രേക്ക് ശരിക്കും കിട്ടുന്നില്ല മാഡം. ശ്യാമേ, ബ്രേക്ക് കുറവാന്നാ ശിവൻ പറയുന്നേ. അയ്യോ അമ്മ, കാർ എങ്ങനെയെങ്കിലും നിർത്താൻ പറ. കാറിന്റെ നട്ടെല്ലാം ഊരി ഇവിടെ കിടക്കുക. എന്തോ പ്രശ്നമുണ്ട്. ശിവ, കാർ ഒന്ന് നിർത്തിയേ. മാഡം, ബ്രേക്ക് കിട്ടുന്നില്ല മാഡം. എന്താ? ശരിയാ മോളെ, ബ്രേക്ക് കിട്ടുന്നില്ല. ദൈവമേ, അമ്മ സൂക്ഷിക്കാൻ പറ. ബ്രേക്ക് എന്താ പറഞ്ഞേ? പറ. ബ്രേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.